വെൽക്കം ടു ട്രിപ്പിൾ പ്രോഫിറ്റ് അനാലിറ്റിക്സ് വീക്ക്ലി സ്റ്റോക്ക് മാർക്കറ്റ് വ്യൂ ഡേറ്റഡ് 18th ഏപ്രിൽ. ഇന്ന് നമ്മൾ കവർ ചെയ്യുന്നത് 20th ഏപ്രിൽ മുതൽ 25th ഏപ്രിൽ വരെയുള്ള വീക്കാണ്. എന്തായാലും നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ മാർക്കറ്റിൻ്റെ ആ റീബൗണ്ട് മുമ്പുള്ള ആ വീക്കിലുണ്ടായ റീബൗണ്ടിന് ഒരു സീസ് ഫയർ ഡിക്ലെയർ ചെയ്തതിന് ശേഷമുള്ള ആ റീബൗണ്ടിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ് നമ്മൾ കണ്ടത്. നിഫ്റ്റി 302 പോയിൻറ്റ്സ് കൂടെ ആഡ് ചെയ്ത് 24,353 വന്ന് കഴിഞ്ഞ വീക്കിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും 26,373 എന്നുള്ളൊരു ലൈഫ് ടൈം ഹൈയിൽ നിന്നും ആ ഒരു കറക്ഷൻ വാർ തുടങ്ങിയതിന് ശേഷമുള്ള ഒരു കറക്ഷൻ നമ്മൾ കണ്ടത് 22,182 വരെയുള്ള ഒരു കറക്ഷനായിരുന്നു. അതിനുശേഷം നമ്മൾക്കിപ്പോൾ 24,000 മുകളിലേക്ക് വന്നാണ് ഇപ്പോൾ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ കഴിഞ്ഞ ആഴ്ചയിൽ സെൻസെക്സ് 943 പോയിൻറ്റ്സോടെ ഉയർന്ന് 78,493 ക്ലോസ് ചെയ്തിരുന്നത്. അതുപോലെ നിഫ്റ്റി മിഡ് ക്യാപ്പ് ഇൻഡെക്സ് ആണെങ്കിൽ 2,054 പോയിൻറ്റ്സിൻ്റെ ഒരു അഡീഷനോടുകൂടി 59,898 തിരിച്ചു വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ 725 പോയിൻറ്റ്സ് കൂടെ ആഡ് ചെയ്ത് 17,565 കഴിഞ്ഞ വീക്കിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ കഴിഞ്ഞ ഫ്രൈഡേയിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷമാണ് ലെബനോണും ഇസ്രായേലും തമ്മിലുള്ളൊരു സീസ് ഫയറിൻ്റെ ഒരു ന്യൂസ് വരുന്നതും അതുപോലെ സ്ട്രെയ്റ്റ് ഓഫ് ഹോർമേഴ്സ് തുറക്കാനുള്ള ഒരു തീരുമാനമൊക്കെ അതിന് ശേഷമാണ് വന്നത്. അതിന് തുടർന്ന് നമുക്ക് ഈവനിങ്ങിൽ ക്രൂഡ് ഓയിൽ വലിയ ഒരു കറക്ഷൻ നമ്മൾ കാണുകയുണ്ടായി. WTI ക്രൂഡ് ഓയിൽ ഫ്രൈഡേ ഈവനിങ്ങിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത് $83.99, അതായത് 9.86% വലിയൊരു കറക്ഷൻ ക്രൂഡ് ഓയിലിൽ നമ്മൾ കാണുകയുണ്ടായി. അപ്പോൾ ഈ ക്രൂഡ് ഓയിലിൻ്റെ ഫോള് ആക്ച്വലി നമ്മുടെ മാർക്കറ്റ് ഡിസ്കൗണ്ട് ചെയ്തിട്ടില്ല. അതായത് നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷമാണ് ക്രൂഡ് ഓയിലിൽ ഇതുപോലെയുള്ള വലിയ കറക്ഷൻ വന്നിട്ടുള്ളത്. അതുകൊണ്ട് നമ്മുടെ മൺഡേ മാർക്കറ്റ് ഇനിയും മുകളിലേക്ക് മൂവ് ചെയ്യാനുള്ള ഇതുകൂടെ കൺസിഡർ ചെയ്തുകൊണ്ടുള്ളൊരു മൂവ്മെൻറ്റ് നമുക്ക് മൺഡേ പ്രതീക്ഷിക്കാവുന്നതാണ്. അതുപോലെ ഏഞ്ചൽ വൺ എന്നുള്ളൊരു സ്റ്റോക്കും കഴിഞ്ഞ വീക്കിൽ വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്തൊരു സ്റ്റോക്കാണ്. അപ്പോൾ 8% ഏഞ്ചൽ വണ്ണ് കഴിഞ്ഞ വീക്കിൽ റാലി ചെയ്ത് 322 സ്റ്റോക്ക് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഫ്രൈഡേയിൽ മാത്രം 10.2% ഏഞ്ചൽ വൺ റാലി ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാം ചാർട്ടിൽ നിന്ന്. അതുപോലെ MMTCയും കുറേ ദിവസത്തെ ഒരു കറക്ഷനൊക്കെ ശേഷം ഈ വാറിനോടനുബന്ധിച്ചുള്ള ഒരു സമയത്തുള്ളൊരു കറക്ഷന് ശേഷം 68 ലെവലിലാണ് വന്ന് സ്റ്റോക്ക് ക്ലോസ് ചെയ്തിരിക്കുന്നത്. MMTC 10.35% ഒരു റാലിയാണ് ഫ്രൈഡേയിൽ റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുപോലെ നാവ എന്നുള്ള പവർ ആൻഡ് യൂട്ടിലിറ്റീസ് സെക്ടറിൽ നിന്നുള്ള ഒരു സ്റ്റോക്ക് കഴിഞ്ഞ വീക്കിൽ ഫ്രൈഡേയിൽ വലിയൊരു റാലി നടത്തുകയുണ്ടായാൽ NSE 500 സ്റ്റോക്സിൽ ഏറ്റവും വലിയൊരു റാലിയോടുകൂടി 12.23% ഉയർന്നാണ് നാവ 703 ക്ലോസ് ചെയ്തിരിക്കുന്നത്. നാവ വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. പവർ സെക്ടറിലുള്ള പല കമ്പനികളും ഈ ക്രൂഡിൻ്റെ ഒരു ഇഷ്യൂവിനെ തുടർന്ന് വളരെ നല്ല രീതിയിലാണ് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ കണ്ട ഒരു വലിയൊരു ന്യൂസാണ്. ഗൗതം അദാനി മുകേഷ് അംബാനിയേക്കാൾ കൂടുതൽ വെൽത്ത് ക്രിയേറ്റ് ചെയ്യുന്ന ഏഷ്യക്കാരനായിട്ട്, അതായത് ഏഷ്യയിലെ ഏറ്റവും റിച്ചസ്റ്റ് പേഴ്സണായിട്ട് ഗൗതം അദാനി വരുന്ന ഒരു ന്യൂസ് നമ്മൾ കാണുകയുണ്ടായി. അപ്പോൾ ഗൗതം അദാനിയുടെ വെൽത്ത് നോക്കുകയാണെങ്കിൽ ബ്ലൂംബർഗ് ബില്യനേഴ്സ് ഇൻഡെക്സ് അനുസരിച്ച് $92.6 ബില്യൺ കഴിഞ്ഞ ദിവസത്തിൽ റിപ്പോർട്ട് ചെയ്യുമ്പോൾ വരുന്നത്. അദ്ദേഹം ഗ്ലോബലി 19th റിച്ചസ്റ്റ് പേഴ്സണായിട്ടാണ് ഗൗതം അദാനി വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ മുകേഷ് അംബാനി തൊട്ട് പുറകിൽ തന്നെ ഉണ്ട് $90.8 ബില്യൺ, അതായത് 20th റിച്ചസ്റ്റ് പേഴ്സണായിട്ടാണ് മുകേഷ് അംബാനി ഇപ്പോൾ വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ന്യൂസ് ഒരു പക്ഷേ നമ്മൾ കാണുമ്പോൾ ഞാൻ എന്തിനാണ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ ഇത്രയധികം വലിയ വെൽത്ത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യത്തിൽ നിന്ന് നമുക്ക് ഈ പൂച്ചയ്ക്ക് പൊന്നൊരുക്കുന്നതിടത്ത് എന്ത് കാര്യമെന്ന് പറയുന്ന പോലെ നമുക്കിതിലെന്ത് കാര്യമെന്ന് ചിന്തിക്കുന്നവർ പലരും ഉണ്ടായിരിക്കും. പക്ഷെ നമുക്കതിൽ നിന്ന് ഇവർ വെൽത്ത് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇവരുടെ കൂടി നമുക്കും വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനുള്ള അവസരമുണ്ട്. കാരണം ജസ്റ്റ് പേഴ്സൺ ഇൻ ഏഷ്യ എന്നുള്ളൊരു കാര്യം നമ്മളുടെ പേഴ്സണൽ വെൽത്തിലേക്ക് കൂടെ നമുക്കൊരു പോസിറ്റീവായിട്ട് ഇമ്പാക്റ്റ് കൊണ്ടുവരാനായിട്ട് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. പലപ്പോഴും
ഞാൻ നമ്മുടെ സൊസൈറ്റിയിൽ കണ്ടിട്ടുള്ളൊരു കാര്യം, അദാനിയോ അല്ലെങ്കിൽ അംബാനിയോ അല്ലെങ്കിൽ ടാറ്റയോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള വലിയ ബിസിനസ് ഹൗസുകൾ അവർ വെൽത്ത് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പലപ്പോഴും അതിനൊരു നെഗറ്റീവായിട്ടാണ് കാണുന്നത് അല്ലേ. പക്ഷേ നമ്മൾ ആ നെഗറ്റീവായിട്ട് കാണുന്നത് കൊണ്ട് നമ്മളൊന്നും നേടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. അതേസമയം ഒരു പ്രൊമോട്ടർ വെൽത്ത് ബിൽഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം, ആ ഒരു പ്രൊമോട്ടർ ഒരു ബിസിനസ് ഡെവലപ്പ് ചെയ്ത് അദ്ദേഹം ചെയ്യുമ്പോൾ അദ്ദേഹം ആക്ച്വലി പറഞ്ഞാൽ ഇത്രയധികം പേർക്ക് എംപ്ലോയ്മെൻറ്റ് നൽകുന്നുണ്ടെന്നുള്ളതൊരു പോസിറ്റീവ് കാര്യമാണ്. അതുപോലെ തന്നെ അവർ ബാങ്കിൻ്റെ ഫെസിലിറ്റീസ് എല്ലാം ഉപയോഗിക്കുമ്പോൾ അവർ അവിടെ നിന്നുള്ള ലോണുകളും അങ്ങനെയുള്ള ഫെസിലിറ്റീസൊക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്കറിയാം പല പ്രായമുള്ളവരും ഒക്കെ നമ്മുടെ റിട്ടയർമെൻറ്റ് ഫണ്ട്സൊക്കെ ബാങ്കുകളിലെ FD ഒക്കെയാണ് വഴിയാണ് ഇൻട്രസ്റ്റ് നേടുന്നത് എന്നല്ലേ. അപ്പോൾ ആ ഇൻട്രസ്റ്റ് എല്ലാം നൽകാനായിട്ട് ബാങ്കുകൾക്ക് സാധിക്കുന്നത് ഇത് വലിയ ബിസിനസ്സുകാർക്ക് ഈ ഫണ്ട് ലെൻഡ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ഇതുപോലെയുള്ള അതിനെ നമ്മൾ പോസിറ്റീവായിട്ട് കാണുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ നമുക്ക് അദാനിയുടെ കൂടെ നമുക്ക് നിന്നുകൊണ്ട് നമുക്കും പ്രോഫിറ്റ് നേടാൻ പറ്റുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു എക്സാമ്പിളാണ് കഴിഞ്ഞ ആഴ്ച ഉണ്ടായൊരു എക്സാമ്പിളാണ് ഞാനിവിടെ കാണിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഹിൻഡൻബർഗിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ടായപ്പോൾ നമ്മൾ അദാനി പോർട്സ് എന്നുള്ള സ്റ്റോക്ക് വാങ്ങി ഓൾമോസ്റ്റ് അന്ന് പല നമ്മുടെ ക്ലയൻസും 25 lakhs ഒക്കെ ഇൻവെസ്റ്റ് ചെയ്ത് അത് 100% നമ്മളൊരു 530 ലെവലിൽ എൻ്റർ ചെയ്ത സ്റ്റോക്ക് വീണ്ടും 1500 പോയപ്പോഴൊക്കെ പലരും 25 lakhs പ്രോഫിറ്റ് നേടുകയുണ്ടായി. അപ്പോൾ അദാനി എന്നുള്ള ഒരു കമ്പനി, അല്ലെങ്കിൽ അത് മാത്രമല്ല ഏതൊരു പ്രൊമോട്ടറും ഒരു കമ്പനിയെ ബിൽഡ് ചെയ്യാനായിട്ട് അതിൽ വലിയ എഫേർട്ട് അതിനുവേണ്ടി അവർ എഫേർട്ട് ഇടുന്നുണ്ട്. ആ എഫേർട്ട് ചെയ്ത് അതൊരു ഒരു പ്രോഫിറ്റബിൾ ബിസിനസ് ഓർഗനൈസേഷനൊക്കെ ആക്കിയതിന് ശേഷമാണ് പലപ്പോഴും ഒരു കമ്പനി ലിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ലിസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ പ്രൊമോട്ടറുടെ കൂടി നമുക്കും പ്രോഫിറ്റ് അല്ലെങ്കിൽ വെൽത്ത് ബിൽഡ് ചെയ്യാനുള്ളൊരു വലിയ അവസരമാണ് ആ പ്രൊമോട്ടർ നൽകുന്നത്. അപ്പോൾ ഞാൻ എല്ലാ പ്രൊമോട്ടർമാരുടെ കാര്യമല്ല പറയുന്നത്, പല പ്രൊമോട്ടേഴ്സും വളരെ ഇൻറ്റഗ്രിറ്റി ഉള്ള പ്രൊമോട്ടേഴ്സാണ്. അവരുടെ കൂടെ നമ്മൾക്കും കൂടുകയാണെങ്കിൽ നമ്മുടെ ലൈഫ് കുറേ കൂടി ഈസി ആക്കാനായിട്ട് നമുക്കിത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ അദാനിയുടെയും അംബാനിയുടെയും എക്സാമ്പിൾ പറഞ്ഞു. കഴിഞ്ഞ ആഴ്ചയിൽ ഇവരുടെ ഇതുപോലൊരു വലിയ ന്യൂസ് വന്നുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രമല്ല, പല പ്രൊമോട്ടേഴ്സും ഉണ്ട്. അതിൽ ഈവൻ കേരളത്തിൽ നിന്നുള്ള പ്രൊമോട്ടേഴ്സ് പലരും ഉണ്ട്. അതൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ മറ്റൊരു എക്സാമ്പിൾ പറയാം. ഞാൻ എൻ്റെ പേഴ്സണൽ ഇൻവെസ്റ്റ്മെൻറ്റിൽ ഞാൻ വെൽത്ത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൊരു സ്റ്റോക്കാണ് DMart എന്നുള്ള സ്റ്റോക്ക്. അവന്യൂ സൂപ്പർ മാർട്ട്സ് എന്നുള്ള കമ്പനി നമുക്കറിയാം ഇന്ത്യയിൽ തന്നെ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ഹൈപ്പർ മാർക്കറ്റ്സ് ചെയിനുള്ള ഒരു കമ്പനിയാണ് DMart എന്നുള്ള സ്റ്റോക്ക് അല്ല. അപ്പോൾ ഈ സ്റ്റോക്കിൻ്റെ ഇതിൻ്റെ പ്രൊമോട്ടറാണ് രാധാകൃഷ്ണൻ ദമാനി എന്നുള്ള ആ വ്യക്തി. അദ്ദേഹത്തിൻ്റെ പോർട്ട്ഫോളിയോൻ്റെ വാല്യൂ 2,05,272 crores ആണ്. ഇന്ത്യയിലെ വെൽത്തേജ് പേഴ്സൺസിൽ ഒരാളാണ് രാധാകൃഷ്ണൻ ദമാനി. അദ്ദേഹമാണ് ഈ DMartൻ്റെ പ്രൊമോട്ടർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പോർട്ട്ഫോളിയോ വാല്യൂ കഴിഞ്ഞ ദിവസത്തേത് 2,05,272 crores ഉണ്ട്. ഞാൻ ഈ സ്റ്റോക്ക് ലിസ്റ്റ് ചെയ്ത സമയത്ത് ആ സമയത്ത് ഞാൻ വാങ്ങിയതാണ്, ഒരു 700 ലെവലിലൊക്കെ അതിന് ശേഷം വാങ്ങിയതാണ്. ഇപ്പോൾ നമുക്ക് നോക്കാം, അവന്യൂ സൂപ്പർ മാർട്ട്സിൻ്റെ എൻ്റർപ്രൈസ് മാർക്കറ്റ് വാല്യൂ വരികയാണെങ്കിൽ 3,01,737 ആണ് വരുന്നത്. PE 96 ഈ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇതിൽ പ്രൊമോട്ടർ ഹോൾഡിങ് 74.65% ഇദ്ദേഹം തന്നെയാണ് ഹോൾഡ് ചെയ്യുന്നത് ഇപ്പോഴും. അതുപോലെ നമുക്ക് അവന്യൂ സൂപ്പർ മാർട്ട്സിൻ്റെ അല്ലെങ്കിൽ DMart എന്നുള്ള ഈ ബ്രാൻഡിൻ്റെ നമുക്കിപ്പോഴത്തെ ചാർട്ടിൽ കാണാം. ഈ സ്റ്റോക്ക് 700 ലെവലിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം ഇപ്പോഴും 4,628 ലെവലിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇപ്പോഴും പേഴ്സണലായിട്ട് തന്നെ ഈ സ്റ്റോക്കിനെ ഹോൾഡ് ചെയ്യുന്നൊരു സ്റ്റോക്കാണ് ഈ രാധാകൃഷ്ണൻ ദമാനി. അദ്ദേഹം ആക്ച്വലി രാകേഷ് ജുഞ്ചുംവാല സാറിൻ്റെ തന്നെ ഒരു ഗുരുവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഞാൻ പണ്ട് മുതൽ ഫോളോ ചെയ്യുന്നതാണ്. ഈ DMart ലിസ്റ്റ് ചെയ്യുന്നത് ഞാൻ വെയിറ്റ് ചെയ്തിട്ട് ആ സ്റ്റോക്ക് ലിസ്റ്റ് ചെയ്തപ്പോൾ ഇൻവെസ്റ്റ് ചെയ്തതാണ്. അപ്പോൾ ഈ സ്റ്റോക്ക് ഇതിൽ ഇപ്പോൾ നമുക്ക് കഴിഞ്ഞ വാറിൻ്റെ സമയത്ത് പോലും ഈ സ്റ്റോക്ക് ചെറുതായിട്ടൊന്ന് കറക്റ്റ് ചെയ്യുന്നു എന്നുള്ളത് മാത്രമല്ലാതെ അതിനുശേഷം ഈ സ്റ്റോക്ക് പിന്നെയും മുകളിലേക്ക് തന്നെ മൂവ് ചെയ്യുകയാണ്. അപ്പോൾ ഇതുപോലെയുള്ള വലിയ ഫ്ലക്ച്വേഷൻസ് ഒക്കെ ഉണ്ടായാൽ പോലും ഈ സ്റ്റോക്കുകളൊക്കെ നമ്മുടെ പോർട്ട്ഫോളിയോയിലുണ്ടെങ്കിൽ അത് മാർക്കറ്റ് തിരിച്ചു വരുന്ന സമയത്ത് ഈ സ്റ്റോക്കുകളും നല്ല രീതിയിൽ പെർഫോം ചെയ്യും. അതുപോലെ എൻ്റെ പേഴ്സണൽ ഇൻവെസ്റ്റ്മെൻറ്റും അതുപോലെ തന്നെ എനിക്ക് പേഴ്സണലി വളരെ അടുത്തറിയാവുന്ന ഒരു പ്രൊമോട്ടറാണ് VP നന്ദകുമാർ എന്നുള്ള മണപ്പുറം ഫിനാൻസിൻ്റെ മാനേജിങ് ഡയറക്ടറായിട്ടുള്ള VP നന്ദകുമാർ സാർ. അദ്ദേഹം മണപ്പുറം എനിക്ക് പേഴ്സണലി കുറേയധികം വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സഹായിച്ചിട്ടുള്ള സ്റ്റോക്കാണ്. അപ്പോൾ
ഒരു പ്രൊമോട്ടർ ഞാൻ നന്ദ മസാലയൊക്കെ പേഴ്സണലി എത്ര ഹാർഡ് വർക്ക് അദ്ദേഹം ഒരാഴ്ചയിൽ 7 ദിവസം വർക്ക് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് കാണാം. അപ്പോൾ അതുപോലെ അവർ ലൈഫ് ടൈമിൽ മുഴുവൻ അവർ വർക്ക് ചെയ്തിട്ടാണ് ഒരു വലിയ ഒരു ഓർഗനൈസേഷനെ പാൻ ഇന്ത്യയൊക്കെ ഒരു ബ്രാൻഡായിട്ട് ബിൽഡ് ചെയ്ത് കൊണ്ടുവരുന്നത്. അപ്പോൾ അതിനിടയിൽ നമുക്ക് ആ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാനും ഈ പ്രൊമോട്ടർ എഫേർട്ടിലും അതിൽ നിന്ന് നമ്മൾ ഡെയിലി ഒരു ആക്ടിവിറ്റിയും നമ്മൾ ചെയ്യേണ്ടതല്ല. അവർ 7x24 എന്നുള്ള രീതിയിൽ വർക്ക് ചെയ്യുമ്പോൾ, പ്രൊമോട്ടേഴ്സ് അങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ദിവസം പോലും ഈ കമ്പനിക്ക് വേണ്ടി മാറ്റി വയ്ക്കാതെ, വേണമെങ്കിൽ ഏതെങ്കിലും ഒരു ക്വാർട്ടർലി റിസൾട്ടൊക്കെ വരുമ്പോൾ ആ റിസൾട്ടിനെ അനലൈസ് ചെയ്യാൻ അരമണിക്കൂർ സ്പെൻഡ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ കമ്പനിയുടെ ഗ്രോത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനുള്ള വലിയൊരു അവസരമാണ്. അതുപോലെ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും നമുക്ക് ഒരു 55 ഇയേഴ്സൊക്കെ ഏജ് വരുമ്പോൾ നമുക്ക് നമ്മുടെ യങ്ങർ ഏജിലുള്ള പോലെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല അല്ലേ. അപ്പോൾ ആ ഫിസിക്കലായിട്ടുള്ള നമുക്ക് പ്രശ്നങ്ങൾ വരുന്ന ഒരു സമയത്ത് ഇതുപോലെയുള്ള കമ്പനികളുടെ ഷെയർസ് നമ്മുടെ പോർട്ട്ഫോളിയോയിലുണ്ടെങ്കിൽ ആ കമ്പനികളിൽ ഇപ്പോൾ ഈവൻ പ്രൊമോട്ടേഴ്സിൻ്റെ അടുത്ത ജനറേഷനോ അല്ലെങ്കിൽ പ്രൊഫഷണൽ ടീമോ കമ്പനിയെ കൊണ്ടുകൊടുക്കും എന്നുള്ളതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആ വെൽത്ത് ബിൽഡിംഗ് പ്രോസസ്സിനൊരു ഡിസ്ട്രപ്ഷൻ വരുന്നില്ല നമുക്ക് ഏജ് ആകുന്നത് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഞാൻ പറയാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഉദ്ദേശിക്കുന്ന ഒരു പോയിൻ്റ്, നമ്മൾ ഒരു നല്ല ബിസിനസ് മോഡലുള്ള ഒരു കമ്പനിയിലും അതുപോലെ തന്നെ ഒരു നല്ലൊരു മാനേജ്മെൻ്റ് ഉള്ളൊരു കമ്പനിയിലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയും ഏതെങ്കിലുമൊക്കെ ഇഷ്യൂസ്, അതായത് ഇപ്പോൾ നമ്മൾ പാൻഡമിക് കണ്ടു, അല്ലെങ്കിൽ ഇപ്പോൾ ഈ വാറുകൾ കാണുന്നുണ്ട്, ഇതിലൊക്കെയും ഇങ്ങനെയുള്ള നല്ല സ്റ്റോക്കുകൾ ഇപ്പോൾ ഡിമാർട്ടാണെങ്കിലും അല്ലെങ്കിൽ അദാനി പവർ ആണെങ്കിലും അല്ലെങ്കിൽ മണപ്പുറം ഫിനാൻസ് ആണെങ്കിലും ഒക്കെ ഇതിനൊരു ഫ്ലക്ച്വേഷൻ ഉണ്ടാകും ഇതുപോലെയുള്ള സമയത്ത്. അതായത് പ്രൈസിലുള്ള ഫ്ലക്ച്വേഷനാണ്, അല്ലാതെ കമ്പനിയുടെ ഫണ്ടമെൻ്റൽസിലൊന്നും കാര്യമായിട്ടും വ്യത്യാസം വരുന്നില്ല എന്നുള്ളതും. അതിന് നമ്മളവിടെ പേഷ്യൻസോടുകൂടി നിന്നാൽ നമുക്ക് ഈ കമ്പനികളിലെല്ലാം പ്രോഫിറ്റ് നേടാൻ സാധിക്കും. അല്ലെങ്കിൽ ഈ കമ്പനികൾ എല്ലാം വീണ്ടും വെൽത്ത് ബിൽഡ് ചെയ്യുന്ന ഒരു മെഷീനായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുമെന്നുള്ളൊരു ബേസിക് പാഠമാണ് നമ്മളിതിൽ നിന്ന് പഠിക്കേണ്ടത്. ഞാൻ കഴിഞ്ഞ കുറേ വീഡിയോസിലൂടെ പറയുന്നൊരു കാര്യമാണ്, ഈ വാർ കഴിയും ആ സമയത്ത് നമ്മുടെ സ്റ്റോക്കുകളെല്ലാം ഹോൾഡ് ചെയ്യുന്നവരെല്ലാം സക്സസ്ഫുള്ളി മുന്നോട്ട് പോകും, അവരുടെ വെൽത്തിൽ വലിയ രീതിയിലുള്ള വ്യത്യാസം വരുമെന്നുള്ളൊരു കാര്യം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ കണ്ടു കുറേയധികം സ്റ്റോക്കുകൾ റീബൗണ്ട് ചെയ്ത് മുകളിലേക്ക് മൂവ് ചെയ്യുന്നത് കണ്ടുപോലെ. അപ്പോൾ അത് കുറേ പേര് മെസ്സേജസ് ഒക്കെ അയക്കുകയുണ്ടായി, വീഡിയോസ് കണ്ടതുകൊണ്ടാണ് അവരെ പോർട്ട്ഫോളിയോ ഹോൾഡ് ചെയ്തത് എന്നുള്ളതും. അതുകൊണ്ട് തന്നെ അതുകൊണ്ട് വീണ്ടും ഒരു ഹാപ്പി ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സൈക്കിളിലേക്ക് അവർ കടക്കാണെന്നുള്ളൊരു ഫീഡ്ബാക്കൊക്കെ തരികയുണ്ട്. അപ്പോൾ എന്തായാലും ഇതുപോലെയുള്ള ഫീഡ്ബാക്സുകൾ കിട്ടുമ്പോൾ നമുക്ക് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. നമ്മൾ ഈ വീഡിയോസ് ചെയ്യാനായിട്ട് നമുക്കറിയാം ഈ വാറിൻ്റെ സമയത്ത് കുറേ ബോറിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. അതായത് ഇൻവെസ്റ്റ്മെൻറ്റ് പോർട്ട്ഫോളിയോ ഹോൾഡ് ചെയ്യുക, ഈ ഒരു പ്രശ്നം തീരുമ്പോൾ ഈ പ്രൈസിലുണ്ടാകുന്ന ഫ്ലക്ച്വേഷൻ മാറി ഫണ്ടമെൻ്റൽസിലേക്ക് കമ്പനികളുടെ പ്രൈസുകൾ ഫണ്ടമെൻ്റൽസിനെ ബേസ് ചെയ്യുന്നതുകൊണ്ട് പ്രൈസുകൾ തിരിച്ചു വരും എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ പറയുന്നുള്ളൂ. പക്ഷേ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇതുപോലെയുള്ള സമയത്ത് ഒരു പക്ഷേ നിങ്ങൾ ഈ മാർക്കറ്റിൻ്റെ കറക്ഷൻ സമയത്ത് പലപ്പോഴും യൂട്യൂബിലൊന്നും വീഡിയോസൊന്നും പലരുടെയും കാണാറുണ്ടാവില്ല. പക്ഷേ നമ്മളെല്ലാ സാറ്റർഡേയും നമ്മുടെ ഈ വീഡിയോസ് നമ്മൾ പബ്ലിഷ് ചെയ്യും. ആ സമയത്ത് എടുക്കേണ്ട സ്ട്രാറ്റജി എന്താണെന്നുള്ളത് നമ്മൾ പ്രത്യേകം പറയുന്നത് ഇൻവെസ്റ്റേഴ്സിന് കോൺഫിഡൻസോടുകൂടി പോർട്ട്ഫോളിയോ ഹോൾഡ് ചെയ്യാൻ സഹായിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം ആണ് നമ്മളിതിലൂടെ നമ്മൾ ചെയ്യുന്നത്. ഈ ഒരു ഫ്ലക്ച്വേഷനിലും ഈ വാറിൻ്റെ സിറ്റുവേഷനിലും നമുക്കത് ചെയ്യാൻ സാധിച്ചു എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. എന്തായാലും ഈ ഒരു വാറിൻ്റെ സിറ്റുവേഷൻ ഓൾമോസ്റ്റ് ഇതോടുകൂടി ഈ വോളാറ്റിലിറ്റി ഇപ്പോൾ തീരുകയാണെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇനി നമുക്ക് കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ അതായിട്ടും കൂടുതൽ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാനും കോൺഫിഡൻ്റായിട്ട് ചെയ്യാൻ സാധിക്കും വരും ദിവസങ്ങളിൽ. അപ്പോൾ നമുക്ക് കൂടുതൽ പ്രോഫിറ്റ് നേടാനും സാധിക്കും. കഴിഞ്ഞ ഈ മാർച്ച് മാസം മുതൽ കുറച്ചധികം കമോഡിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്യുകയുണ്ടായി. അപ്പോൾ നമുക്ക് കുറച്ച് സ്റ്റോക്കുകളുടെ എക്സാമ്പിൾസ് എടുക്കാം. അതിൽ നോക്കൂ, GMDC എന്നുള്ള ഈ കമ്പനി കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ രീതിയിലുള്ള റീബൗണ്ടാണ് നടത്തിയത്. ഓൾമോസ്റ്റ് ഒരു 60-65% റാലിയാണ് GMDC നടത്തിയിരിക്കുന്നത്. നമുക്ക് ഈ ചാർട്ടിൽ കാണാം. കഴിഞ്ഞ വീക്കിലും ഈ സ്റ്റോക്ക് ക്ലോസ് ചെയ്തിരിക്കുന്നത് 736 ലെവലിലാണ്. ഈ സ്റ്റോക്കും ഇപ്പോഴൊരു അപ് ട്രെൻഡിൽ തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. അതുപോലെ മറ്റൊരു സ്റ്റോക്കാണ് ഗുജറാത്ത് ആൽക്കലീസ് ആൻഡ് കെമിക്കൽസ് എന്നുള്ള സ്റ്റോക്ക്. നമുക്ക് ഈ സ്റ്റോക്ക് വളരെ കഴിഞ്ഞ ഈ ഒരു മാസത്തിനുള്ളിൽ ഓൾമോസ്റ്റ് ഒരു 76% വലിയൊരു റാലിയാണ് നടത്തിയിരിക്കുന്നത്. ഒരു 400 ലെവൽ വരെ ഈ സ്റ്റോക്ക് കണ്ടിന്യൂസ് ആയിട്ട് കറക്ഷനിലൂടെ കടന്നു പോയിരുന്ന ഈ സ്റ്റോക്ക് കഴിഞ്ഞ ഫ്രൈഡേയിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത് 722 ലെവലിലാണ്. ഓൾമോസ്റ്റ്
76% ഒരു റാലിയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അതുപോലെ ഇന്ത്യൻ മെറ്റൽസ് ആൻഡ് ഫെറോ അലോയ്സ് IMFA എന്നുള്ള ഈ സ്റ്റോക്ക് കഴിഞ്ഞ ദിവസത്തിൽ വലിയൊരു റാലിയോടുകൂടി 1565 ക്ലോസ് ചെയ്തിരിക്കുന്നത്. മാർച്ചിന് ശേഷം ഓൾമോസ്റ്റ് ഒരു 36% റാലിയാണ് ഈ സ്റ്റോക്കിൽ നമ്മൾ കാണുന്നത്. അതുപോലെ സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ സെയിൽ എന്നുള്ള കമ്പനി നമ്മൾ കണ്ടു, ഒരു വലിയ കറക്ഷനൊക്കെ ശേഷം 142 ഒക്കെ പോയ സ്റ്റോക്ക് കഴിഞ്ഞ ഫ്രൈഡേയിൽ 173 ക്ലോസ് ചെയ്തിരിക്കുന്നത്. 22% ഒരു അപ്വേർഡ് മൂവ്മെൻറ്റാണ് സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കമ്മോഡിറ്റി സ്റ്റോക്കായിട്ടുള്ള ഹിൻഡാൽകോ ഒരു 24% ഒരു റാലിയോടുകൂടി മാർച്ചിന് ശേഷം 24% റാലിയാണ് നടത്തിയിരിക്കുന്നത്. 1039 ഹിൻഡാൽകോ കഴിഞ്ഞ വീക്കിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ മാർക്കറ്റിൻ്റെ വലിയൊരു റാലിയോടുകൂടി നമുക്ക് കാണാം BSEയിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനികളുടെ മാർക്കറ്റ് ക്യാപ്പ് വീണ്ടും തിരിച്ച് ഈ ഇറാൻ വാർ തുടങ്ങുന്നതിന് മുമ്പുള്ള ഒരു $5 ട്രില്യൺ എന്നുള്ള ഒരു മാർക്കറ്റ് ക്യാപ്പിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ എന്തായാലും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ന്യൂസുകളാണ് സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വരുന്നത്. ക്രൂഡിൻ്റെ ഫോൾ വന്നിരിക്കുന്നത് വളരെ പോസിറ്റീവായിരിക്കും വരും ദിവസങ്ങളിൽ. അതുപോലെ യുദ്ധത്തിൻ്റേതായിട്ടുള്ള ഒരു സെറ്റിൽമെൻറ്റിലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമായിട്ടുള്ള ഇമ്പാക്റ്റ് ഒന്നും ഇല്ലാതെ തന്നെ നമ്മൾക്ക് ഈ വാറിൻ്റെ സിറ്റുവേഷനെ മാനേജ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതും വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ നമുക്ക് കുറേയധികം Q4 റിസൾട്ട്സ് വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. മാർച്ച് ക്വാർട്ടറിൻ്റെ റിസൾട്ട്സ് നോക്കുമ്പോൾ ഒരു കഴിഞ്ഞ വീക്കിൽ വന്ന കുറച്ച് റിസൾട്ട്സ് നോക്കാം. ആനന്ദ് രത്തിയുടെ റിസൾട്ട് വന്നപ്പോൾ കമ്പനിയുടെ സെയിൽസ് 28% ഉയരിക്കും. അതുപോലെ നെറ്റ് പ്രോഫിറ്റ് 125% ഉയർന്ന് 42 ക്രോർസിൻ്റെ നെറ്റ് പ്രോഫിറ്റാണ് കമ്പനി ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. അതുപോലെ മറ്റൊരു കമ്പനിയാണ് ഏഞ്ചൽ വണ്ണിൻ്റെ റിസൾട്ട്. ഏഞ്ചൽ വണ്ണിൻ്റെ സ്റ്റോക്ക് നമ്മൾ ചാർട്ട് കണ്ടു കുറച്ച് സമയത്ത് വലിയ റാലി നടത്തിയിരിക്കുന്നു. അപ്പോൾ കമ്പനി 38% സെയിൽസാണ് ഏഞ്ചൽ വൺ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ നെറ്റ് പ്രോഫിറ്റ് 83% ഗ്രോത്താണ് ഏഞ്ചൽ വണ്ണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ ബജാജ് കൺസ്യൂമർ കെയർ സെയിൽസിൽ 30% ഗ്രോത്തും നെറ്റ് പ്രോഫിറ്റ് 105% ഗ്രോത്തോടുകൂടി 63.6 ക്രോർസിൻ്റെ നെറ്റ് പ്രോഫിറ്റാണ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. അതുപോലെ HDB ഫിനാൻഷ്യൽ സർവീസസ് കഴിഞ്ഞ ഫ്രൈഡേയിൽ വളരെ നല്ല രീതിയിലൊരു അപ്വേർഡ് മൂവ്മെൻറ്റ് നടത്തുന്നുണ്ടായിരുന്നു. കമ്പനിയുടെ സെയിൽസ് 11% ഉയർന്നിരിക്കുന്നത്. നെറ്റ് പ്രോഫിറ്റ് 41% ഉയർന്ന് 751 ക്രോർസിലേക്ക് വന്നിട്ടുണ്ട്. അതുപോലെ ICICI ലോംബാർഡ് ജനറൽ ഇൻഷുറൻസ് കമ്പനിയുടെ സെയിൽസ് 13% ഉയർന്നിട്ടുണ്ട്. നെറ്റ് പ്രോഫിറ്റ് 41% ഉയർന്ന് 718 ക്രോർസിലേക്കാണ് മാർച്ച് ക്വാർട്ടറിൽ ഇത് വന്നിരിക്കുന്നത്. അതുപോലെ ICICI പ്രൊഡൻഷ്യൽ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി സെയിൽസ് 20% ഉയർന്നിരിക്കുന്നു. നെറ്റ് പ്രോഫിറ്റ് 10% ഉയർന്ന് 763 ക്രോർസുമാണ് വന്നിരിക്കുന്നത്. അതുപോലെ മധ്യ ഭാരത് ആഗ്രോ പ്രോഡക്ട്സ് എന്നുള്ള കമ്പനി സെയിൽസിൽ 33% ഉയർച്ച റിപ്പോർട്ട് ചെയ്തപ്പോൾ നെറ്റ് പ്രോഫിറ്റ് 321% ഇൻക്രീസ് റിപ്പോർട്ട് ചെയ്തു. 59.8 ക്രോർസാണ് നെറ്റ് പ്രോഫിറ്റ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മധ്യ ഭാരത് ആഗ്രോ പ്രോഡക്ട്സ് ഒരു വാച്ച് ലിസ്റ്റിൽ കീപ്പ് ചെയ്യേണ്ട ഒരു സ്റ്റോക്കായിട്ട് മാറിയിട്ടുണ്ട്. കാരണം 321% സെയിൽസിൽ നെറ്റ് പ്രോഫിറ്റിലുള്ള ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ഒരു റിമാർക്കബിൾ ആയിട്ട് ഉള്ളൊരു ഗ്രോത്ത് തന്നെയാണ്. അതുപോലെ നുവാക്കോ വിസ കോർപ്പറേഷൻ എന്നുള്ള കമ്പനി സെയിൽസ് 9% ഉയർത്തിയും നെറ്റ് പ്രോഫിറ്റിൽ 15% ഉള്ള ഫോളും ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കമ്പനി 141 ക്രോർസിൻ്റെ നെറ്റ് പ്രോഫിറ്റാണ് മാർച്ച് ക്വാർട്ടറിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ HG ഫിൻസർവ് ലിമിറ്റഡ് എന്നുള്ള കമ്പനി സെയിൽസിൽ 95% ഗ്രോത്തും അതേസമയം നെറ്റ് പ്രോഫിറ്റിൽ 78% ഗ്രോത്തോടുകൂടി 42.1 ക്രോർസിൻ്റെ നെറ്റ് പ്രോഫിറ്റാണ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. അതുപോലെ VST ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് സെയിൽസിൽ 31% ഗ്രോത്തും നെറ്റ് പ്രോഫിറ്റ് 120% ഗ്രോത്തോടുകൂടി 117 ക്രോർസിൻ്റെ നെറ്റ് പ്രോഫിറ്റാണ് കമ്പനി ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിട്ടുള്ള നല്ല റിസൾട്ട്സിനെ കുറിച്ചാണ് നമ്മൾ ബേസിക്കലി വാച്ച് ചെയ്യേണ്ട റിസൾട്ട്സിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. അതുപോലെ കഴിഞ്ഞ വീക്കിലെ ബെസ്റ്റ് പെർഫോമിംഗ് സ്റ്റോക്കുകളുടെ ലിസ്റ്റ് എടുക്കുമ്പോൾ ഈ സ്റ്റോക്കുകൾ
ഗാലന്റ് ഇൻസ്പാറ്റ് 29% ഉയർന്നു, ഷിപ്പിംഗ് കോർപ്പറേഷൻ 25% ഉയർന്നു, ഗുജറാത്ത് മിനറൽസ് 22% ഉയർന്നു, ആദിത്യ ഇൻഫോടെക് 19% ഉയർന്നു, റെയിൽടെൽ കോർപ്പറേഷൻ 16% ഉയർന്നു, നാവ 16% ഉയർന്നു, സുസ്ലോൺ എനർജി 16% ഉയർന്നു, PG ഇലക്ട്രോപാസ്റ്റ് 15% ഉയർന്നു, ജിൻഡാൽ 15% ഉയർന്നു, MMTC 15% ഉയർന്നു, NTPC ഗ്രീൻ 15% ഉയർന്നു, ഏഞ്ചൽ 14% ഉയർന്നു, ഹണിവെൽ ഓട്ടോമേഷൻ 14% ഉയർന്നു, MV പ്രോട്ടോ വോൾട്ടാക് പവർ 14% ഉയർന്നു, ട്രാൻസ്ഫോമേഴ്സ് ആൻഡ് റെക്ടിഫയേഴ്സ് 14% ഉയർന്നാണ് ക്ലോസ് ചെയ്തത്. ഈ സ്റ്റോക്കുകളെല്ലാം ഒരു അപ് ട്രെൻഡിലുള്ള സ്റ്റോക്കുകളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ സ്റ്റോക്കുകൾ നമ്മുടെ വാച്ച് ലിസ്റ്റിൽ കീപ്പ് ചെയ്യാം. അതുപോലെ കഴിഞ്ഞ വീക്കിൽ 4 ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഡാറ്റ നോക്കുമ്പോൾ 4 ഇൻസ്റ്റിറ്റ്യൂഷൻസ് ജസ്റ്റ് 251.4 ക്രോർസിൻ്റെ സെല്ലേഴ്സ് മാത്രമായിരുന്നു. അതേസമയം ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 6,286 ക്രോർസിൻ്റെ സെല്ലേഴ്സ് ആയിരുന്നു കഴിഞ്ഞ ആഴ്ചയിൽ. എന്തായാലും 4 ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ സെല്ലിംഗ് കഴിഞ്ഞ ആഴ്ചകളോടുകൂടി വളരെ കുറഞ്ഞു വന്നിരിക്കുന്നത് ഒരു പോസിറ്റീവ് സിഗ്നലാണ്. നെക്സ്റ്റ് നമുക്ക് നിഫ്റ്റിയുടെ അനാലിസിസിലേക്ക് കടക്കാം. നിഫ്റ്റി കഴിഞ്ഞ 10th ഏപ്രിലിന് ക്ലോസ് ചെയ്തിരുന്നത് 24,050 13th ഏപ്രിലിന് 207 പോയിൻറ്റ്സ് താഴ്ന്നു. അതിനുശേഷം 15th ഏപ്രിലിന് 388 പോയിൻറ്റ്സ് ഉയർന്നു, 16th ഏപ്രിലിന് 34 പോയിൻറ്റ്സ് താഴ്ന്നു. അതിനുശേഷം 17th ഏപ്രിലിന് 156 പോയിൻറ്റ്സ് കൂടെ ഉയർന്ന് 302 പോയിൻറ്റ്സ് കൂടെ ആഡ് ചെയ്താണ് നിഫ്റ്റി കഴിഞ്ഞ വീക്കിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ നിഫ്റ്റിയുടെ മന്ത്ലി ചാർട്ടിൽ നമുക്ക് കാണാം, ഏപ്രിൽ മന്തിൽ ടോട്ടൽ 2022 പോയിൻറ്റ്സ് ആണ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും ഏപ്രിൽ മന്തിൽ വളരെ വലിയൊരു റീബൗണ്ടാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മാർച്ചിൽ വാറിൻ്റെ ഒരു 2847 പോയിൻറ്റിൻ്റെ വലിയൊരു കറക്ഷൻ ഓൾമോസ്റ്റ് തിരിച്ചു പിടിച്ചാണ് 2022 പോയിൻറ്റ്സ് കൂടെ ആഡ് ചെയ്ത് ഏപ്രിൽ മന്ത് ക്ലോസ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ നിഫ്റ്റിയുടെ വീക്ക്ലി ചാർട്ടിൽ പ്രധാനപ്പെട്ട DMIs മാർക്ക് ചെയ്യുമ്പോൾ 20 DMA വരുന്നത് 23,364 50 DMA വരുന്നത് 24,414 100 DMA വരുന്നത് 25,132 200 DMA വരുന്നത് 25,157 ഡെയിലി ചാർട്ടിൽ നമ്മൾ സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവലുകൾ മാർക്ക് ചെയ്യുമ്പോൾ പ്യുവറ്റ് പോയിൻ്റ് ആയിട്ട് നിൽക്കുക 24,102 ആണ്. ഈ ലെവലിന് മുകളിൽ അടുത്ത റെസിസ്റ്റൻസുകൾ 24,650 24,947 25,495 25,905 അതുപോലെ 26,827 എന്നീ ലെവൽസാണ്. അതുപോലെ 24,102 താഴെ സപ്പോർട്ടുകളായിരിക്കുക 23,805 23,257 22,960 21,413 20,495 എന്നീ ലെവൽസ് ആയിരിക്കും. അതുപോലെ നമ്മൾ നെക്സ്റ്റ് വീക്കിലേക്ക് ഒരു ട്രേഡിംഗ് റേഞ്ച് ഫിക്സ് ചെയ്യുമ്പോൾ അപ്പർ റേഞ്ച് 25,495 ആണ്. ഈ ലെവലിലേക്ക് പോലും മാർക്കറ്റിൻ്റെ ഒരു ഇതുപോലെയുള്ളൊരു വാറ് തീർന്നു എന്നുള്ളൊരു ന്യൂസും ക്രൂഡ് ഓയിലിൻ്റെ വലിയ രീതിയിലുള്ളൊരു കറക്ഷനും ഇനി ഒരു നെക്സ്റ്റ് വീക്കിൽ 83 ലെവലിൽ നിന്നും വീണ്ടും ഒരു 70 ലെവലിലേക്ക് ഒരു കറക്ഷൻ വരികയാണെങ്കിൽ നിഫ്റ്റിയിൽ 25,495 വരെയുള്ള വിത്തിൻ 1 വീക്ക് പോലുള്ളൊരു മൂവ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അതുകൊണ്ട് അപ്പർ റേഞ്ച് 25,495 ആണ്, ലോവർ റേഞ്ച് 23,257 ആണ്. പ്യുവറ്റ് ആയിട്ട് നിൽക്കുക 24,102 ആയിരിക്കും. അടുത്ത നമുക്ക് നെക്സ്റ്റ് വീക്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജീസിലേക്ക് പോകുമ്പോൾ ഈ വീക്കിൽ സ്റ്റോക്സ് വിത്ത് ടെക്നിക്കൽ ബ്രേക്ക്ഔട്ട് ഏതാണെന്ന് നോക്കാം. ഈ സ്റ്റോക്കുകൾ വോക്കാർഡ്, നാറ്റ്കോ ഫാർമ, ചെന്നൈ പെട്രോ, LIC ഹൗസിംഗ് ഫൈനാൻസ്, അതുപോലെ എഞ്ചിനീയേഴ്സ് ഇന്ത്യ എന്നീ സ്റ്റോക്കുകളാണ്. ഈ സ്റ്റോക്കുകളുടെ ചാർട്ടുകളൊന്ന് നമുക്ക് പരിശോധിക്കാം. വോക്കാർഡ് കഴിഞ്ഞ വീക്കിലൊരു നല്ലൊരു ബ്രേക്ക്ഔട്ടോടുകൂടി 1395 മൂവ് ചെയ്ത് ക്ലോസ് ചെയ്തിരിക്കുന്നത് കാണാം. ഈ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റിയാണ് ഞാൻ കാണുന്നത്. അതുപോലെ നെക്സ്റ്റ് സ്റ്റോക്കായിട്ടുള്ള നാറ്റ്കോ ഫാർമയും ഒരു അപ് ട്രെൻഡിലൂടെ 1119 ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു അപ് ട്രെൻഡ് നാറ്റ്കോ ഫാർമയിലും കണ്ടിന്യൂ ചെയ്യാനുള്ള പോസിബിലിറ്റിയാണ് കൂടുതൽ. അതുപോലെ ചെന്നൈ പെട്രോളിയം വളരെ നല്ലൊരു ബ്രേക്ക്ഔട്ടോടുകൂടി 1041 വന്നാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാം. ഈ ട്രെൻഡ് അടുത്ത ആഴ്ചയിലും കണ്ടിന്യൂ ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതുപോലെ അടുത്ത സ്റ്റോക്കാണ് LIC ഹൗസിംഗ് ഫിനാൻസ്. ഈ സ്റ്റോക്ക് ഒരു വലിയൊരു കറക്ഷന് ശേഷം ഒരു റീബൗണ്ടിലാണ് 540 ഈ സ്റ്റോക്ക് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ ട്രെൻഡിൽ ഈ റീബൗണ്ട് കണ്ടിന്യൂ ചെയ്തൊരു 650 വരെയൊക്കെ മൂവ് ചെയ്യാവുന്ന ഒരു റീബൗണ്ടാണ് ഇപ്പോൾ നടക്കുന്നത്. അതുപോലെ നമ്മൾ അടുത്ത സ്റ്റോക്കാണ് എഞ്ചിനീയേഴ്സ് ഇന്ത്യ. എഞ്ചിനീയേഴ്സ് ഇന്ത്യയിൽ കഴിഞ്ഞ വീക്കിൽ വലിയൊരു
മൂവ്മെൻറ്റ് നമ്മൾ കണ്ടു. 241 എഞ്ചിനീയേഴ്സ് ഇന്ത്യ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ സ്റ്റോക്കും അപ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് നമ്മുടെ ടെക്നിക്കൽ ബാക്കൗട്ടുള്ള ഈ സ്റ്റോക്കുകളൊന്നുകൂടെ നോക്കാം. വോക്കാർഡ്, നാറ്റ്കോ ഫാർമ, ചെന്നൈ പെട്രോ, LIC ഹൗസിംഗ് ഫിനാൻസ്, എഞ്ചിനീയേഴ്സ് ഇന്ത്യ എന്നീ സ്റ്റോക്കുകളാണ്. ഈ സ്റ്റോക്കുകളെ നമുക്ക് അടുത്ത ആഴ്ചയിൽ നമ്മുടെ വാച്ച് ലിസ്റ്റ് കീപ്പ് ചെയ്യാം. താങ്ക് യു. സെബി നൽകുന്ന രജിസ്ട്രേഷനും നിസം സർട്ടിഫിക്കേഷനും റിസർച്ച് അനലിസ്റ്റിന്റെ പ്രകടനത്തിന് ഒരു ഉറപ്പും നൽകുന്നില്ല. സെക്യൂരിറ്റീസ് മാർക്കറ്റുകളിലെ നിക്ഷേപം നഷ്ടസാധ്യതകൾക്ക് വിധേയമാണ്. നിക്ഷേപിക്കുന്നതിന് മുമ്പ് ബന്ധപ്പെട്ട എല്ലാ രേഖകളും ശ്രദ്ധാപൂർവം വായിക്കുക. ഇന്ന് ഉദ്ധരിച്ച സെക്യൂരിറ്റികൾ ഉദാഹരണങ്ങൾ മാത്രമാണ്, റെക്കമെൻഡേഷൻസ് അല്ല.